പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടി. മലപ്പുറം തവനൂർ സ്വദേശിയായ 20-കാരൻ മുഹമ്മദ് സഹലിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പിടിയിലായ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടാമ്പിയിലെ മോഷണത്തിന്റെ ചുരുളഴിയുന്നത്. അറസ്റ്റിലായ പ്രതിയുമായി പട്ടാമ്പി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. ക്ഷേത്രമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ആഡംബര ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കേസിലാണ് തവനൂർ സ്വദേശി മുഹമ്മദ് സഹൽ പോലീസ് പിടിയിലാകുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് സമീപം ഞാങ്ങാട്ടിരി സ്വദേശി ഹരികൃഷ്ണൻ നിർത്തിയിട്ടിരുന്ന യമഹ R15 ബൈക്കാണ് മോഷണം പോയത്. ബൈക്ക് കാണാതായതിനെ തുടർന്ന് ഹരികൃഷ്ണൻ നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് നാടകീയമായി പ്രതി പോലീസ് വലയിലാകുന്നത്. എറണാകുളം കൂത്താട്ടുകുളത്ത് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടെ കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പ്രതി മുഹമ്മദ് സഹലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ സമയം മോഷണം പോയ R15 ബൈക്കും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ബൈക്ക് പട്ടാമ്പിയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന വിവരം പ്രതി സമ്മതിക്കുന്നത്. തുടർന്ന് പട്ടാമ്പി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടന്ന പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്ര പരിസരത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആഡംബര ബൈക്കുകൾ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സഹൽ. ഇതേ മോഷണ സംഘത്തിലെ 2 പേരെ കഴിഞ്ഞ ദിവസം മലപ്പുറം വളാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇവർ മോഷ്ടിച്ച ഒരു ബൈക്ക് കണ്ടെത്തിയത് പട്ടാമ്പിയിൽ നിന്നായിരുന്നു. മോഷണം പോകുന്ന വാഹനങ്ങൾ എവിടെയൊക്കെയാണ് വിൽക്കുന്നത് എന്നതിനെക്കുറിച്ചും ഈ സംഘത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകളെക്കുറിച്ചും പട്ടാമ്പി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.